ജാവയിലെ വൈൽ ലൂപ്പ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് വൈൽ loopനെ കുറിച്ച്, ഇതിന്റെ ഉപയോഗം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110, ജെഡികെ 16, എക്ലിപ്സ് 37. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ജാവയിലെ റിലേഷണൽ ഓപ്പറേറ്റർസ് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. ഇതാണ് വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നതിനുള്ള ഘടന. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് ലൂപ്പ് റണ്ണിംഗ് കണ്ടീഷൻ, രണ്ടാമത്തേത് ലൂപ്പ് വേരിയബിൾ. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. എക്ലിപ്സിലേക്ക് പോകുക. ഇവിടെ നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് ആവശ്യമായ ഘടനയുമുണ്ട്. വൈൽഡെമോ എന്ന ക്ലാസ് സൃഷ്ടിച്ച് മെയിൻ മെത്തോട് അതിൽ ചേർത്തിട്ടുണ്ട്. ഇവിടെ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുക ഇന്റ് n=1. വേരിയബിൾ n ആണ് നമ്മുടെ ലൂപ്പ് വേരിയബിൾ. ടൈപ്പ് ചെയ്യുക വൈൽ പരാൻതീസിസിനുള്ളിൽ n ലെസ് താൻ ഓർ ഈക്വൽ ടു 10 ബ്രേസസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക. ഇതിനെ ലൂപ്പ് റണ്ണിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇതിനർത്ഥം കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം ലൂപ്പ് റൺ ചെയ്യുമെന്നാണ്. ഇവിടെ nന്റെ മൂല്യം 10ഓ അതിനേക്കാൾ ചെറുതോ ആയിരിക്കുന്നിടത്തോളം ഇത് റൺ ചെയ്യുന്നു. nന്റെ മൂല്യം 10നേക്കാൾ കൂടുതൽ ആകുമ്പോൾ മാത്രമേ ഇത് അവസാനിക്കുന്നുള്ളൂ. ലൂപ്പിനുള്ളിൽ nന്റെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു. system.out.println n എന്നിട്ട് n വർദ്ധിപ്പിക്കുക. n=n+1. ഇങ്ങനെ ആദ്യം 1 പ്രിന്റ് ചെയ്തതിന് ശേഷം nന്റെ മൂല്യം 2 ആകുന്നു. എന്നിട്ട് ലൂപ്പ് കണ്ടീഷൻ പരിശോധിക്കുന്നു. ഇതും ട്രൂ ആയതിനാൽ 2 പ്രിന്റ് ചെയ്തിട്ട് n 3 ആകുന്നു. ഇങ്ങനെ 10 പ്രിന്റ് ചെയ്യുന്നത് വരെ ലൂപ്പ് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം n 11 ആകുന്നതിനാൽ കണ്ടീഷൻ ട്രൂ അല്ലാതാകുകയും ലൂപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു. കോഡ് പ്രവർത്തിപ്പിച്ചു നോക്കാം. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഒന്ന് മുതൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ 50 മുതൽ 40 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാം. 50ൽ തുടങ്ങാം. n=1നെ n=50 ആക്കുക. എന്നിട്ട് 40 വരെ പോകുന്നു. അതായത് n 40ഓ അതിനേക്കാൾ വലുതോ ആയിരിക്കുന്നത് വരെ. അതിനാൽ കണ്ടീഷൻ n ഈസ് ഗ്രേറ്റർ താൻ ഓർ ഈക്വൽ ടു 40 എന്ന് മാറ്റുക. ഇവിടെ നമ്മൾ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ വരെ ലൂപ്പ് ചെയ്യുന്നതിനാൽ ലൂപ്പ് വേരിയബിളിൽ കുറവ് വരുത്തുന്നു. അതിനാൽ n=n+1നെ n=n-1 ആക്കുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. 50 മുതൽ 40 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നു. ഏഴിന്റെ ഗുണനപ്പട്ടിക 10 വരെ പ്രിന്റ് ചെയ്യാം. അതിനായി 7ൽ തുടങ്ങുന്നു. n=50യെ n=7 ആക്കുക. കണ്ടീഷൻ n ലെസ് താൻ ഓർ ഈക്വൽ ടു 70 എന്ന് മാറ്റുക. ഇങ്ങനെ ലൂപ്പിനെ 70ൽ അവസാനിപ്പിക്കാം. ഗുണനപ്പട്ടിക കിട്ടുന്നതിനായി ഓരോ സമയവും ലൂപ്പ് വേരിയബിളിൽ 7ന്റെ വർദ്ധനവ് വരുത്തുന്നു. അതിനാൽ n=n-1നെ n=n+7 ആക്കുക. ഇങ്ങനെ ആദ്യം 7 പ്രിന്റ് ചെയ്തതിന് ശേഷം n 14 ആകുന്നു. 14 പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ 70 വരെ തുടരുന്നു. സേവ് ചെയ്ത് റൺ ചെയ്യുക. 7ന്റെ ഗുണനപ്പട്ടിക 10 വരെ പ്രിന്റ് ചെയ്യുന്നത് കാണാം. ഒരു സംഖ്യയുടെ ഓരോ സ്ഥാനത്തിലെയും അക്കങ്ങളുടെ തുക കാണുന്നതിനും വൈൽ ലൂപ്പ് ഉപയോഗിക്കാം. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യമായി മെയിൻ മെത്തോട് വൃത്തിയാക്കുക. ഇന്റ് n=13876. ഇതാണ് സംഖ്യ.
എന്നിട്ട് ഇന്റ് dsum equal to 0. ഡിജിറ്റൽ sumനെ സൂചിപ്പിക്കുന്ന dsum എന്ന വേരിയബിൾ സംഖ്യയിലെ സ്ഥാനങ്ങളുടെ തുക ഉൾക്കൊള്ളുന്നു. ടൈപ്പ് ചെയ്യുക while n greater than 0 പാരാന്തീസിസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക. ഈ കണ്ടീഷൻ ഉപയോഗിച്ചത് എന്തിനെന്ന് ഉടനെ തന്നെ വ്യക്തമാക്കാം. സ്ഥാനങ്ങളുടെ തുകയ്ക്കായി ആദ്യം ഓരോ സ്ഥാനത്തിലെയും അക്കങ്ങൾ കിട്ടണം. ഇതിനായി മോഡുലോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ടൈപ്പ് ചെയ്യുക dsum equal to dsum plus n മോഡുലോ 10. ഇങ്ങനെ ഓരോ സ്ഥാനത്തിലെയും അക്കങ്ങൾ കിട്ടുകയും അതിനെ dsumനോട് കൂട്ടുകയും ചെയ്യുന്നു. അതിനുശേഷം ആ സ്ഥാനം നീക്കുന്നതിനായി nനെ 10 കൊണ്ട് ഭാഗിക്കുന്നു. n equal to n/10. അങ്ങനെ ആദ്യമായി ലൂപ്പ് റൺ ചെയ്ത് കഴിയുമ്പോൾ dsum 6ഉം n 1387 ആയിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം ലൂപ്പ് റൺ ചെയ്ത് കഴിയുമ്പോൾ dsum 7ന്റെയും 6ന്റെയും തുകയായ 13ഉം n 138ഉം ആയിരിക്കും. അങ്ങനെ ലൂപ്പ് പുരോഗമിക്കുമ്പോൾ nൽ നിന്ന് അക്കങ്ങൾ നീക്കം ചെയ്യപ്പെട്ട് nന്റെ മൂല്യം 0 ആകുന്നതിനാൽ n greater than 0 എന്ന കണ്ടീഷൻ ഫാൽസെ ആകുകയും ലൂപ്പ് അവസാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കുന്നു. system.out.println dsum. കോഡ് പ്രവർത്തിപ്പിച്ചു നോക്കാം. സേവ് ചെയ്ത് റൺ ചെയ്യുക. പ്രതീക്ഷിച്ച ഫലം 25 പ്രിന്റ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെയാണ് പ്രോഗ്രാമിംഗിലെ ഏറ്റവും അടിസ്ഥാന കൺസ്ട്രക്ട് ആയ വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് വൈൽ ലൂപ്പ്, അത് ഉപയോഗിക്കുന്നത്. ഒരു അസൈൻമെന്റ്. താഴെ പറയുന്ന പ്രശ്നം പരിഹരിക്കുക. ഒരു സംഖ്യ തന്നാൽ അതിനെ തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഞാൻ ദേവി സേനൻ, IIT ബോംബെ. നന്ദി.